സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ആരാണ് ശ്രേഷ്ഠൻ എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്കിടയിൽ തങ്ങളുടെ ശ്രേഷ്ഠതയെ പറ്റിയുള്ള തർക്കത്തിൽ ഓരോ ഇന്ദ്രിയങ്ങളും ശരീരത്തിൽ നിന്നു പുറത്തുപോയി പരീക്ഷിച്ചു നോക്കുകയും അവ ഓരോന്നിൻ്റെയും അഭാവത്തിൽ മറ്റ് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ശരീരം നിലനിൽക്കുന്നുണ്ടെന്നും ലോകവ്യവഹാരം നിറവേറ്റുന്നുണ്ടെന്നും ജനനേന്ദ്രിയത്തിനൊഴിച്ച് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിലായി. വലിയ അഹങ്കാരിയായ ജനനേന്ദ്രിയത്തിന് താനില്ലെങ്കിൽ പിന്നെ ശരീരത്തിന് സന്താനോൽപാദന ശേഷിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ വന്നാൽ ലോകത്തിന് നിലനിൽപ്പില്ലാതെ വരുമെന്ന് അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് താൻ തന്നെയാണ് ഇന്ദ്രിയങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിശ്വസിച്ചു. ആ വിചാരത്തോടെ ജനനേന്ദ്രിയം ശരീരം വിട്ടു പുറത്തുപോയി. ഒരു വർഷത്തിനു ശേഷം മടങ്ങി വന്ന് മറ്റിന്ദ്രിയങ്ങളോട് തൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചു. പ്രജനശേഷിയില്ലാത്തവന്, അതായത് ഇണചേരാനും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുവാനും കഴിയാത്തവന് തേജസ് കൊണ്ട് സന്താനത്തെ ജനിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ മറ്റിന്ദ്രിയങ്ങളെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ഞങ്ങളും ജീവിച്ചു. അതോടെ ജനനേന്ദ്രിയത്തിൻ്റെയും അഹങ്കാരം ശമിച്ചു. താൻ ശ്രേഷ്ഠനല്ലെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ തിരിച്ച് ശരീരത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഇത്രയായിട്ടും പ്രാണൻ മാത്രം അതുവരെയും പുറത്തു പോകാതിരിക്കുകയായിരുന്നു. അവസാനമായി പ്രാണനും ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറെടുത്തു. കുറ്റിയിൽ ബന്ധിക്കപ്പെട്ട ലക്ഷണമൊത്തതും ശക്തനുമായ ഒരു വൻകുതിര രക്ഷപ്പെടുന്നതിനു വേണ്ടി എപ്രകാരമാണോ കെട്ടുകുറ്റിയെ പിഴുതെടുക്കുന്നത്, അതേ അനുഭവം ഇന്ദ്രിയങ്ങൾക്കുമുണ്ടായി. ഇന്ദ്രിയങ്ങളെല്ലാം അതിശക്തമായി പ്രാണനോടൊപ്പം വലിക്കപ്പെട്ടു. ഇന്ദ്രിയങ്ങളുടെ അഭാവത്തിലും ശരീരം ന്യൂനതയോടെ നിലനിൽക്കും. എന്നാൽ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ടാൽ പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് നിലനിൽപ്പില്ല. അതോടെ ഭയന്നു വിറച്ച ഇന്ദ്രിയങ്ങൾ പ്രാണനോട് യാചിച്ചു, പ്രഭോ, അങ്ങ് പുറത്തു പോകരുതേ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ മറ്റിന്ദ്രിയങ്ങൾ പ്രാണനെ ശരീരത്തിന് പുറത്തു പോകാൻ അനുവദിച്ചില്ല. അതോടെ പ്രാണന്റെ ശ്രേഷ്ഠത്വം സ്വയം വ്യക്തമായി. അതോടെ മറ്റിന്ദ്രിയങ്ങളും പ്രാണനാണ് ശ്രേഷ്ഠനെന്ന് സമ്മതിച്ചു. അവരവരുടെ ഗുണങ്ങൾ പ്രാണനെ ആശ്രയിച്ചും പ്രാണനുള്ളതുമാണെന്ന് മറ്റിന്ദ്രിയങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ പ്രാണൻ ചോദിച്ചു, എനിക്കുള്ള ഭക്ഷണം എന്താണ്? അത് കേട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ചേർന്നു പറഞ്ഞു, ശ്വാക്കൾ, കൃമികൾ, കീടങ്ങൾ, പാറ്റകൾ തുടങ്ങി എന്തെല്ലാം ലോകത്തുണ്ടോ അവയെല്ലാം അവിടത്തേക്ക് ഭക്ഷണമാകുന്നു. മാത്രമല്ല ജലം അവിടത്തേക്ക് വസ്ത്രവുമാകുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ പ്രാണന്റെ ശ്രേഷ്ഠത്വം വ്യക്തമാക്കപ്പെട്ടു. ഇതറിയുന്ന ശ്രോത്രിയന്മാർ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പും അതിനുശേഷവും ജലം കൊണ്ട് ആചമിക്കുന്നു. ജലം പ്രാണന്റെ വസ്ത്രമെന്ന സങ്കല്പത്തിലാണ് ആചമനം ചെയ്യുന്നത്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.